എറണാകുളത്ത് അതിരിവിട്ട ക്രിസ്മസ് ആഘോഷത്തിൽ കടുത്ത നടപടി. മാറാമ്പള്ളി MES കോളേജിലെ ക്രിസ്മസ് ആഘോഷത്തിൽ അഭ്യാസം നടത്തി 25 വാഹനങ്ങൾ തിരിച്ചറിഞ്ഞു. 3 കോളേജ് വിദ്യാർത്ഥികളുടെ ലൈസൻസ് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. കോളേജിലെ അഭ്യാസ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിലാണ്. വിവരങ്ങൾ നൽകാൻ ബിനിൽ, എത്ര അനുഭവങ്ങൾ ഉണ്ടായാലും അതിൽ നിന്നും ഒരു പാഠം ഉൾക്കൊള്ളുന്നില്ല. അത് ഇത്രയും നിയമ സംവിധാനങ്ങളും നിയമ നടപടിയുമൊക്കെ തന്നെ കർക്കശമാക്കുമ്പോഴാണ് ഇത്തരം ദൃശ്യങ്ങൾ നമ്മെ അമ്പരപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഈ സംഭവത്തിൽ MVD ഗൗരവത്തോടു കൂടിയാണോ തുടർ നടപടികൾ സ്വീകരിക്കുന്നത്? അതെന്തെല്ലാമാണ് ബിനിൽ? പ്രജീഷ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ 19-ാം തീയതിയിലെ ക്രിസ്മസ് ആഘോഷമാണ്. മാറമ്പള്ളി MES കോളേജിൽ നടന്ന ക്രിസ്മസ് ആഘോഷത്തിൽ ആ കോളേജിനകത്തെ നിരവധി CCTVകളുണ്ട്. ആ CCTV ദൃശ്യങ്ങളൊക്കെ മോട്ടോർ വാഹന വകുപ്പ് ശേഖരിച്ചു. നടപടികളുടെ ഭാഗമായി അതിൽ 25 വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് തിരിച്ചറിഞ്ഞു. അതിൻ്റെ ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള നടപടികളിലേക്ക് പോയിരിക്കുന്നു. ഇപ്പോൾ 3 കോളേജ് വിദ്യാർത്ഥികളുടെ ലൈസൻസ് 1 വർഷത്തേക്കാണ് എറണാകുളത്തെ എൻഫോഴ്സ്മെന്റ് RTO സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സാധാരണ നിലയിൽ 6 മാസത്തേക്ക് സസ്പെൻഷൻ ആണെങ്കിൽ ഇത് കടുത്ത നടപടികളിലേക്ക് പോവുകയാണ്. 1 വർഷം ഇവർ 3 പേരും വാഹനം ഓടിക്കേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. ഇനി മറ്റ് 22 പേരെ കൂടി കണ്ടെത്താനുണ്ട്. അതിൽ ഈ കോളേജിലെ പെൺകുട്ടികളടക്കം വാഹനം ഓടിച്ചിട്ടുണ്ട്. അവരുടെ അടക്കം 22 പേരുടെ ലൈസൻസ് കൂടി 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുത്തിട്ടുള്ള 25 വാഹനങ്ങളും ഈ CCTV ഒക്കെ പരിശോധിച്ച് പോലീസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. പ്രതീക്ഷ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതിൽ ഒരു വീഡിയോയിൽ ഒരു താർ ജീപ്പിന്റെ മുകളിലൊക്കെ പെൺകുട്ടികളടക്കം കയറിയിരിക്കുമ്പോൾ അവിടുത്തെ അധ്യാപിക അത് തടയാൻ ശ്രമിക്കുന്നുണ്ട്. അവർ മുന്നോട്ട് വന്ന് തടയാൻ ശ്രമിക്കുമ്പോൾ ആ വാഹനം അവരുടെ നേരെ എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത്തരത്തിൽ ഒരു ശ്രദ്ധയുമില്ലാതെ അതിര് കടന്ന ഒരു ആഘോഷ പരിപാടിയാണ് അവിടെ സംഘടിപ്പിച്ചത്. നമ്മളിപ്പോൾ കാണുന്നത് ഈ വാഹനങ്ങളുടെ റൈസിംഗ് ആണ്. അതായത് കോളേജിന്റെ ഗ്രൗണ്ടിലിട്ട് റൈസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കോളേജിന് പുറത്തും അകത്തും ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളാണ്. അധ്യാപിക ചെല്ലുമ്പോൾ അവരുടെ നേരെ ആ താർ ജീപ്പ് കൊണ്ടുവരുന്ന ഒരു അധ്യാപിക മാത്രമേ, അവിടെ എത്രയോ അധ്യാപകരുണ്ടായിരിക്കും, ആ ഒരു അധ്യാപികയ്ക്ക് മാത്രമേ ഇത് തെറ്റാണ്, ഇത് ശരികേടാണെന്ന് മനസ്സിലാകുന്നുള്ളൂ എന്നുള്ളതാണ്. അധ്യാപിക ചെല്ലുമ്പോൾ അവരോടുള്ള മനോഭാവം നോക്കൂ. അത് തന്നെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്. അവർ ഇത്തരം ആഘോഷങ്ങൾക്ക് വേണ്ടി ഏത് രീതിയിലും അവർ പ്രവർത്തിക്കുമെന്നത് നമുക്ക് മനസ്സിലാകുന്നത്. ഈ ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെ പുറത്ത് കയറിയിട്ടുള്ള ഈ ആഘോഷ പരിപാടികൾ, റോഡിലൂടെ ഇത്തരത്തിൽ വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് നടക്കുന്നത്, ഇതിനെല്ലാം എതിരെ നിരവധി നടപടികൾ എടുത്തുവെങ്കിലും അതൊന്നും അവസാനിക്കുന്നില്ല. ഇപ്പോഴും ഒരു ആഘോഷ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെയാണ് നമ്മുടെ യുവതലമുറ ശ്രമിക്കുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഇതിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നടപടിയിലേക്ക് പോകുന്നത്. ഇത് ക്രിസ്മസ് ആഘോഷങ്ങളിലുള്ള നടപടിയാണ് എങ്കിൽ അത് ഈ മോട്ടോർ വാഹന വകുപ്പ് വിരൽ ചൂണ്ടുന്നത് ഇന്നത്തെ പുതുവർഷ ആഘോഷത്തിലേക്ക് കൂടിയാണ്. പുതുവർഷ ആഘോഷം ഇതുപോലെ അതിര് വിട്ട് കഴിഞ്ഞാൽ കടുത്ത നടപടികൾ ഉണ്ടാകും. കൊച്ചി നഗരത്തിലാകെ ഏതാണ്ട് 10ഓളം സ്ക്വാഡുകളെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇറക്കാൻ പോകുന്നത്. വൈകിട്ട് മുതൽ നാളെ പുലർച്ചെ 6 മണി വരെ റോഡിൽ മുഴുവനായും ഈ സ്ക്വാഡുകളുടെ പ്രവർത്തനം ഉണ്ടാകുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ വാഹനങ്ങളുടെ മുകളിൽ കയറി ഇന്ന് യാത്ര ചെയ്യുക, പുതുവത്സരത്തിന്റെ ഭാഗമായി വാഹനങ്ങളിൽ അഭ്യാസം നടത്തുക, അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഈ ക്രിസ്മസ് ആഘോഷങ്ങളിൽ എങ്ങനെയാണോ നടപടി വന്നത് സമാനമായ നടപടികൾ അവർക്കെതിരെയും ഉണ്ടാകും. വാഹനങ്ങൾ പിടിച്ചെടുക്കും. ആ മുന്നറിയിപ്പാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് നൽകുന്നത്. മില്ലാണ് വിവരങ്ങൾ നൽകിയത്. അത്യന്തം കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. ആ ദൃശ്യങ്ങളിൽ നോക്കൂ, ഇത്രയധികം വാഹനങ്ങൾ ആ കോളേജിന്റെ ഗ്രൗണ്ടിലിട്ട് ഓടിക്കുകയാണ്. ഈ ഗ്രൗണ്ടിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ ഈ വിദ്യാർത്ഥികളൊക്കെ തന്നെ റോഡിലേക്ക് ഇറങ്ങി, നിരത്തിലിറങ്ങി വളയം പിടിക്കുമ്പോഴുണ്ടാകുന്ന അഭ്യാസം എത്രയോ ആളുകളുടെ ജീവൻ എടുത്തേക്കാം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നതാണ്. അപ്പോൾ MVDയോട്
നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, 1 വർഷത്തേക്കാണ് ഇവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതൊരു പണിഷ്മെൻ്റായി മാത്രം കാണാതെ ഇവരാരൊക്കെയാണെന്ന് കണ്ടെത്തി കഠിന പരിശീലനവും ബോധവൽക്കരണവും ഒക്കെ നടത്തി കർശനമായ നടപടികൾ കൂടി സ്വീകരിക്കണം എന്നുകൂടി ഒരു അഭ്യർത്ഥനയുണ്ട്.